ടിംബക്ടു, യെസ് ബോസ്. ഈ ഈച്ചയെ അടിച്ചു പുറത്താക്ക. ഓക്കേ ബോസ്. ടിംബക്ടു, ടിംബക്ടു, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു ഈച്ചയെ തല്ലിക്കൊല്ലാൻ പോലും നിനക്കറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. അനങ്ങല്ലേ ബോസ്, അനങ്ങരുത്. ടിംബക്ടു, നീ എന്തായി കാണിക്കുന്നത്? എന്താടാ ഈ കാണിക്കുന്നത്? ടിംബക്ടു, നിർത്തടാ. ഒരു ഈച്ചയ്ക്ക് ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതുപോലെ ഒരുപാട് ഈച്ചകൾ വരികയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ ഇതിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ. ദാ ഇത് കണ്ടില്ലേ? എന്റെ റിസർച്ചിന്റെ റിസൾട്ട് കണ്ടോ നീ? ടിംബക്ടു, ചെല്ലു, ഫുർസത് ഗഞ്ച് മുഴുവൻ നശിപ്പിച്ചു കളയേ. You are genius, boss. Super duper genius. She is right, boss. She is right. അപ്പൂപ്പൻ പറയുന്നത് നമ്മുടെ അടുത്തുള്ള സ്ഥലമെല്ലാം വളരെ ക്ലീൻ ആയി വെക്കണം. എങ്കിൽ നമുക്ക് ആർക്കും ഒരു രോഗവും വരില്ല. ജനങ്ങൾ ഗാർഡൻ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് വേസ്റ്റ് എല്ലാം ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോവാണ്. നമുക്ക് ഈ ഗാർഡൻ മൊത്തം ക്ലീൻ ചെയ്തേക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം ഈ പാർക്ക് കാണാൻ എന്തൊരു ഭംഗിയല്ലേ വീർ. പക്ഷെ ജനങ്ങൾ വീണ്ടും വന്ന് അഴുക്കാക്കും. അങ്ങനെയൊന്നും ചെയ്യില്ല ഇമിലി. ഇപ്പൊ നോക്കിക്കോ. ഞാനാണ് ജിൻ. ഞാനിപ്പോ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? വേഗം പറഞ്ഞോളൂ. ചിണ്ടു, വേഗം ഒരു ഡസ്റ്റ്ബിൻ കൊണ്ടുവാ. അതിനകത്ത് ഈ ട്രോളിയിലെ വേസ്റ്റ് മൊത്തം ഇട്ടേക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബോർഡ് ഫിക്സ് ചെയ്യേ. ആരും ഒരു വേസ്റ്റും വലിച്ചെറിയരുത്. ഓക്കെ, ചെയ്തേക്കാം. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ആ, ഇതൊക്കെയാണ് ചിണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു ജോലിയെ നീ പ്രശംസിച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ഒരുപാട് സന്തോഷത്തിലാണ്. ഒരുപാട് സന്തോഷത്തിലാണ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതിഭയങ്കര കാറ്റാണല്ലോ. എനിക്ക് തോന്നുന്നു എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോവാന്ന്. വളരെ വ്യത്യസ്തമാണല്ലോ. മേഘങ്ങൾ എങ്ങനെയാ ഓടുന്നതെന്ന് കണ്ടോ? അങ്ങോട്ട് നോക്ക്, ഐസ്ക്രീം കടക്കാരൻ. വാ, ഒരുപാട് ദിവസമായി ഐസ്ക്രീം കഴിച്ചിട്ട്. വാ, നമുക്ക് പോയി കഴിക്കാം. ടിംബക്ടു, പ്ലാൻ ബി ചെയ്യാൻ റെഡിയാണല്ലോ? Ready for plan B. You are genius, boss. Super duper genius. She is right, boss. ചുൾബുൾ, ഇംലി എങ്ങോട്ടാ പോയത്? ഇത്രയും നേരം എന്റെ പുറകിലുണ്ടായിരുന്നല്ലോ. ആർക്കറിയാം, ഒരു പക്ഷെ അവള് വീട്ടിൽ പോയി കാണാം. അല്ല, അവള് നമ്മളെ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് വീട്ടിലേക്ക് പോയില്ല. വാ, നമുക്ക് ചെന്ന് അവളെ തേടാം. ചേടാ, അതെങ്ങനെയാ പെട്ടെന്ന് എമിലിയെ കാണാതെ പോയത്? ഇവിടെ മോണിറ്റർ നോക്കിയിട്ടൊന്നും കാണാനും പറ്റുന്നില്ലല്ലോ. പുറത്താണെങ്കിൽ ഭയങ്കര കാറ്റാ. അതിന്റെ കാരണവും മനസ്സിലാവുന്നില്ല. അപ്പൂപ്പ, ഈ ചുഴലിക്കാറ്റ് നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാ. ചിലപ്പോ ഈ കാറ്റിൽ എമിലി പറന്നുപോയി കാണുമോ? എമിലിയെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അപ്പൂപ്പ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ തന്നെ പോയി എമിലിയെ അന്വേഷിക്കണമെന്നാ. ഒരുപക്ഷെ അവള് അവിടെ എവിടെയെങ്കിലും കാണും. മോനെ വീർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ശത്രുക്കളായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാ. Boss, ready for plan A. Okay, ready for plan A.
റോബോബോയ് സ്യൂട്ട് ഓൺ. ദാ നിങ്ങളുടെ കുഞ്ഞ്, ഇനി സൂക്ഷിച്ചോളൂ. ഞാൻ പോവുകയാണ്. ഒന്ന് നിൽക്കണേ, എന്റെ കയ്യിൽ നിന്നൊരു സമ്മാനം സ്വീകരിച്ചാൽ. ഫുർസത് ഖാൻജി ഇന്ന് അവരുടെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സയന്റിസ്റ്റുകളുടെ പല വർഷത്തെ അധ്വാനമാണിത്. ഈ സാറ്റലൈറ്റ് ഭൂമിക്കടിയിലെ ന്യൂട്രേനിയം കണ്ടെത്തുന്നതാണ്. ഇനി മുതൽ നമ്മുടെ നാട്ടിൽ പവർ സപ്ലൈയുടെ പ്രശ്നമുണ്ടാകില്ല. ഇത് നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. No! ഈ സാറ്റലൈറ്റിന് ഒരിക്കലും ന്യൂട്ടറേനിയം മെറ്റലിനെ കണ്ടെത്താനാവില്ല. കാരണം ന്യൂട്ടറേനിയം മെറ്റൽസ് നമ്മുടെ അടുത്തുള്ള മലകളുടെ വശങ്ങളിലാണ് കാണുന്നത്. ആ മെറ്റൽസ് ഞാനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തുള്ള പവേഴ്സ് മുഴുവനും എന്റെ കയ്യിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടിംബക്ടോ, യെസ് ബോസ്, പറഞ്ഞോളൂ. വേഗം ചെന്ന് ഇടപെട. ആ സാറ്റലൈറ്റ് ഒരിക്കലും സ്പേസിലേക്ക് പോകരുത്. ഞാനൊരു സ്പേസ് ഷട്ടിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കയറി പോയിക്കോളൂ. ആ സാറ്റലൈറ്റിലെ റോക്കറ്റിന്റെ മെഷീൻ നശിപ്പിച്ചു കളയുക. ബോസ്, അത് ഫുർസത് ഗഞ്ചിന്റെ സാറ്റലൈറ്റ് ആണ്. റോബോബോയ് തീർച്ചയായും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അവരുടെ സാറ്റലൈറ്റ് നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഷട്ടിൽ നശിച്ചു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ശബ്ദിക്കരുത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആസ്ട്രോബോട്ട്, റോബോട്ട്, എന്റെ സ്പേസ് ഷട്ടിൽ കയറി പോകൂ. എന്നിട്ട് ഫുർസത് ഗൻ സാറ്റലൈറ്റിലെ റോക്കറ്റ് മെഷീനെ നശിപ്പിക്കൂ. വേഗം ചെല്ലൂ. ഒരുപക്ഷെ വീർ അതിന്റെ ഇടയ്ക്ക് കയറുകയാണെങ്കിൽ അവന്റെ കഥ കൂടി നീ അങ്ങ് കഴിച്ചേക്ക്. He's super duper dangerous, boss. ഇനി ഇവൻ ഫുർസത് ഗഞ്ചിലെ സാറ്റലൈറ്റ് തടഞ്ഞു നിർത്തും. ഇതിനു വേണ്ടി മാത്രമായി ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ റോബോട്ടാണ് ഇവൻ. You are genius, boss. Super duper genius. She's right, boss. She's right. വീർ, എമിലി, അത് കണ്ടോ? ഫുർസത് ഗഞ്ചിന്റെ സാറ്റലൈറ്റ് ലോഞ്ച് ആവാൻ പോവുകയാ. സാറ്റലൈറ്റ് അന്തരീക്ഷത്തിൽ എങ്ങനെ പോകുന്നത്? സാറ്റലൈറ്റിന്റെ പുറകിൽ ഒരു റോക്കറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ റോക്കറ്റാണ് സാറ്റലൈറ്റിനെ അന്തരീക്ഷത്തിൽ പറത്തുന്നത്. റോക്കറ്റ് ഒന്നും ആവശ്യമില്ലെന്നേ. ഞാൻ വിചാരിച്ച വെറും സാറ്റലൈറ്റിനെ അന്തരീക്ഷത്തിൽ പറപ്പിച്ചേനെ. ചിണ്ടു, ഈ ജോലി സയൻസിന്റെയും സയന്റിസ്റ്റിന്റെയും ആണ്. ഇതിൽ നിന്റെ മാജിക് പവേഴ്സ് ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, ഒരുപക്ഷെ നിന്റെ സഹായത്തോടെ സാറ്റലൈറ്റ് മുന്നിലോട്ട് പോവുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് എത്തുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴും എന്നെ കോമഡിയനാക്കി മാറ്റാണല്ലേ. ഞാൻ ഇവിടുന്ന് പോവാ. കുട്ടികളെ നോക്ക്, കുറച്ച് സമയം കൂടി കഴിഞ്ഞാല് നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ച് ആവാൻ പോവുകയാ. ഇതങ്ങ് മുകളിൽ ചെന്നിട്ട് മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ന്യൂട്രേനിയം എന്ന് പേരുള്ള സ്പെഷ്യൽ മിനറലിനെ കണ്ടെത്തും. ഇത് പ്ലാറ്റിനത്തെയും യുറേനിയത്തെക്കാളും ഒരുപാട് പവറുള്ള സാധന. Okay, gentlemen, 5 seconds to go. 5, 4, 3. വേഗം കുഴിച്ചുകൊണ്ടേയിരിക്കെ. ഒരൊറ്റ പ്രാവശ്യം യുറേനിയം കിട്ടിയാൽ ഞാൻ വീറിനേക്കാൾ ശക്തിയുള്ളവനായി മാറും. ബോസ്, ഈ യുറ്റേനിയം എന്ന് പേരുള്ള മെറ്റല് നിങ്ങൾ എത്ര കാലമായി തെരഞ്ഞുകൊണ്ടിരിക്കുന്നു? അത് ഇതുവരെ കിട്ടാത്തത് എന്തുകൊണ്ടാ? ബോസ്, ജിന്നിന് ഒരു വിളക്ക് എനിക്ക് കിട്ടി. ദേ നോക്ക്. അഥവാ ഇനി ഇതിൽ നിന്നും ഭൂതം പുറത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ നമുക്കൊരു യുറ്റേനിയത്തിന്റെ ആവശ്യമില്ല, അറിയോ? ജിന്നുള്ള വിളക്ക്. എന്നാൽ ഞാൻ ആ ജിന്നിന്റെ ബോസായി മാറും. വീർ ഒരിക്കലും രക്ഷപ്പെടുകയുമില്ല. എന്റെ കയ്യിൽ ജിന്നുണ്ടാവുകയില്ലേ, സ്വന്തം ജിൻ. പിന്നെ ഞാൻ പറയുന്നതെല്ലാം അവൻ കേൾക്കും. ആ വിളക്കിങ് താടാ, അത്ഭുത വിളക്കിങ് തരാൻ ഞാൻ അതിൽ നിന്ന് ഭൂതത്തെ പുറത്തിറക്കട്ടെ. ബോസ്, ഇതിൽ അവിടെ ഇവിടെ മണ്ണ് പറ്റി പിടിച്ചിരിക്കുക. ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ, അല്ലെങ്കിൽ ബോസിന്റെ കയ്യിൽ അഴുക്ക് പറ്റും. ടിക്കിട്ടക്ക, ടിക്കിട്ടക്ക, ടിക്കിട്ടക്ക. ഞാൻ നിങ്ങളുടെ അടിമയാണ് ഹുസൂർ. നീ ആ വിളക്ക് തുടച്ച് ജിന്നിനെ പുറത്താക്കിയിരിക്കുകയാണ്. അവനോട് പറയടാ, ഞാനാണ് നിന്റെ ബോസ്. ഞാൻ പറയുന്നത് അവനോട് അനുസരിക്കാൻ പറ. ഭൂതേട്ടാ, ഇദ്ദേഹം എന്റെ ബോസാണ്. ഇദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാ, അതുപോലെ ഭയങ്കര ധൈര്യശാലിയും വീരശൂര പരാക്രമിയുമാണ്. കൊള്ളാടാ, ഇനി വീറിന്റെ കഥയൊന്ന് അവസാനിപ്പിക്കണം. അവനൊരു ഓർഡർ കൊടുക്ക. വീറിന്റെ കഥ ഉടനെ തന്നെ അവസാനിപ്പിക്കാൻ പറ.
ഓക്കേ ഭൂതേട്ടാ, വീരനെ എടുത്ത് പമ്പരം കറക്കി അവന്റെ പണി തീർക്ക്. ആജ്ഞ പോലെ ഹുസൂർ. ടിമക്ടോ, ടിമക്ടോ. ഓ, ഓ, എന്താണ്? വേണ്ട, അയ്യോ. ജിന്നെ, മതി. ഓ, ആ, അങ്ങനെ വേണ്ട, പറ്റില്ല. ഓ, വേണ്ട. ഹുസൂർ, നിങ്ങളല്ലേ പറഞ്ഞത് ഇദ്ദേഹം വളരെ ധൈര്യശാലിയാണെന്നും വീരനാണെന്നും ഒക്കെ? അതുകൊണ്ടല്ലേ ഞാൻ വീരനെ എടുത്തിട്ട് അടിച്ചത്. ടിംബക്ടോ, നിന്നെ പോലെ തന്നെ ഈ ജിന്നും മരം മണ്ടനാളാ. ടിംബക്ടോ, നീ ജിന്നിനോട് പറ എന്നെ പോലെ 10 മാഡ് മാക്സ് റോബോട്ടിനെ റെഡിയാക്കാൻ. ലോകത്തുള്ള ഏറ്റവും നല്ല റോബോട്ട്സിന്റെ പവേഴ്സ് അതിലുണ്ടാവണം. മാത്രമല്ല ആ പവേഴ്സ് എല്ലാം എന്നിലും ഉണ്ടാവണം. അങ്ങനെ എന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് ആ വീറിന്റെ കഥ അവസാനിപ്പിക്കണം. എന്റെ പൊന്നു ഭൂതേട്ടാ, ഇദ്ദേഹത്തിന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്ക്. ആജ്ഞ പോലെ ഹുസൂർ. ടിക്കി ടിക്കി ടക, ടിക്കി ടിക്കി ടക, ടിക്കി ടിക്കി ടക. നിങ്ങളുടെ ആഗ്രഹം ഇതാ പൂർത്തിയായിരിക്കുന്നു. ബോസ്, ഇതിൽ ആരാ ഒറിജിനൽ, ഇതിൽ ആരാ റോബോട്ട് എന്ന് എനിക്ക് മനസ്സിലായി.